ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇറ്റ്സ് അവർ ഗീവ് അവേ ടൈം. പിന്നെ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ മാറി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊരു സ്റ്റഡി വ്ലോഗും അതേപോലെ തന്നെ 250 സബ്സ്ക്രൈബർ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നിന്നായിരിക്കും 250 സബിൻ്റെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് റൂൾസുകളേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് മാർച്ച് 27 അല്ലേ, അപ്പം നടക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിത്തരാണ്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷമാവും. April 13 രാത്രി 9 മണി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു 14-ാം തീയതിനെ ആയിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ 250 സബ് ആവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മൾ 14-ാം തീയതി ആയിരിക്കും 250 സബ്ബായിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരാൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് നോക്കിയിട്ടാണ്. ഷെയർ ചെയ്തോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി 2 പേരെ കൊണ്ട് ഷെയർ ചെയ്യിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ 2 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമല്ലോ, അവരെ കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. അവരെന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് സൈഡിൽ നിങ്ങളുടെ പേരൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിന്നേഴ്സ് ആവാനുള്ള ചാൻസ് കൂടും കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഇത് പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കമൻറ്റ് ഇടുമ്പോൾ നല്ല ഒരു അട്രാക്റ്റീവ് കമൻ്റ് ആയിരിക്കണം. മലയാളം ഇംഗ്ലീഷ് ഏതെങ്കിലും ആയിരിക്കട്ടെ, കുഴപ്പമില്ല. ഞാൻ 2 കമൻറ്റ്സ് നോക്കും. ഇമോജികൾക്ക് ഞാൻ ഒരിക്കലും ഇവയുടെ വിന്നറായിട്ട് കൊടുക്കുന്നതായിരിക്കില്ല. അപ്പം നിങ്ങൾ നല്ലൊരു പാരഗ്രാഫ് രീതിയിലോ എന്തെങ്കിലും എഴുതാം. പിന്നെ മെയിനായിട്ടുള്ള തീം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഈ ഒരു വർഷ അവസാനം, നിങ്ങൾ സ്കൂളിൻ്റെ അവസാനമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയോ എന്തെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും നല്ലൊരു അനുഭവത്തെ പറ്റി വല്ലതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു കമൻറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ ചാൻസ് നോക്കുന്നത് നമ്മുടെ ഒരാളുടെ അനുഭവത്തിൻ്റെ ആ ഒരു കമൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുവരെയുള്ള എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൻ്റെ ലാസ്റ്റ് എക്സാം അല്ല, അതിന് മുമ്പിലത്തെ മലയാളം സെക്കൻഡാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ആർട്ട് ഫിസിക്കലാണ്. അപ്പോൾ അതിന് പിന്നെ പഠിക്കേണ്ട ഒരു ലാസ്റ്റ് എക്സാമാണ് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിയുമ്പോൾ നമ്മൾ വെക്കേഷൻ ഇഷ്ടംപോലെ വീഡിയോസ് തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും കാണുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, 9th വരെ ഉള്ളൂ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അടുപ്പിച്ച് വീഡിയോയുടെ 10th ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കത്തില്ല. 10th ആ ഒരു വർഷം ഫുള്ള് നമ്മൾ വീഡിയോസ് ഇടുവാണെങ്കിൽ ഒരു 2-3 ആ ഒരു വർഷം മിക്കവാറും 3-4 വീഡിയോസും കൂടെ കാണുള്ളൂ. സോ നിങ്ങളതൊന്ന് നോക്കുക. കാരണം 10th ആണ്, ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, സിലബസ് മാറും. അപ്പോൾ നിങ്ങൾ അതുകൂടെ നോക്കുക. പിന്നെ 10th കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ ഇടും. എന്തായാലും 10th കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ 1K അടിക്കും എന്നുള്ളത് എനിക്കൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഷെയറൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്തായാലും റീച്ച് കൂടും. അന്നേരം ഇത്രയും വീഡിയോസ് ഇടാറുണ്ട്. ഇത്രയും ഒരു ഗ്യാപ്പിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ എന്നെ ഡിഡി ക്രിയേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഡിഡി ക്രിയേഷനാണെന്ന് തോന്നുന്നു, എന്തായാലും ഡിഡി ഉണ്ട്. ദേവു എന്നാണ് ആ ചേച്ചിയുടെ പേരെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേയുടെ വീഡിയോ വരും. അപ്പോൾ റൂൾസ് ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു. ഷെയർ ചെയ്യുക, 2 പേർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു അനുഭവം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുന്ന അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഷെയർ ചെയ്തവരെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു അതോടെ കമൻറ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്ത് പറ്റി വീഡിയോസ് ഇടാത്തെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ റിപ്ലൈ ആയിട്ട്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ഷോർട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൂടെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഷോർട്സ് അല്ല, വീഡിയോ ആയിട്ട് തന്നെ ഇടുകയാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റോടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരണോ വേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റത്തെ വിന്നറിനെക്കാട്ടിയും കുറച്ചുകൂടെ ഗിഫ്റ്റ് ഇടുന്നത് സെക്കൻഡ് വിന്നറിനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു വെക്കുക. ആ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. ഞാൻ ഇന്നാളൊരു ചാനൽ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം
ആ ഒരു കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ചാനലാണ്. എനിക്ക് ആരുടെ ചാനലാണെന്ന് ഓർമ്മയില്ല, ഞാൻ ആ ഒരു കമൻറ്റ് കൊടുക്കാം കേട്ടോ. ആളുടെ ചാനൽ ഈ ഒരു ചാനലും പിന്നെ ഗ്ലിറ്റർ ആർട്സ് ഇഷ്ടമാണെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു. ഞാൻ ആ ഒരു കമൻറ്റ് കൂടെ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ആരാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ കൊള്ളാട്ടോ, ഞാൻ പിൻ ചെയ്തേക്കാവേ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ മൊത്തം പഠിച്ചെന്നല്ല കാണിക്കുന്നത്, ഞാൻ ഒരു വ്ലോഗായിട്ട് എടുത്തതേ ഉള്ളൂ. അത്യാവശ്യമൊക്കെ എനിക്കറിയാവുന്നതാണ്, ഞാൻ ഒരുപാട് പഠിക്കാവുന്നില്ല. അപ്പം നല്ല ചാപ്റ്റേഴ്സ് ഉണ്ട്, പന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവാത്തതുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ. പിന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ്